ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മൈസൂർ പോയപ്പോഴുള്ള ബാക്കി കാഴ്ചകളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തതിന് ശേഷം മൈസൂർ പാലസ് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഇത് ഇത്തിരി അങ്ങോട്ട് നടക്കാനുണ്ട് കേട്ടോ. നടക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ പോയിട്ട് ആ റോഡ് ക്രോസ് ചെയ്താൽ അവിടെ തന്നെയാണ്. കുതിരവണ്ടിയൊക്കെ ഉണ്ട്, അതിലൊക്കെ വേണമെങ്കിൽ നമുക്കിങ്ങനെ ടൗണിൽ കൂടി പോവാം കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് നമ്മൾ മൊബൈലിൽ സ്ക്രീനൊക്കെ ഒട്ടിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ 100, 200, 150 അങ്ങനെയുള്ള റേറ്റാണ്. ഇവിടെ 60 രൂപയേ ഉള്ളൂ. കുഴപ്പമില്ല കേട്ടോ, നല്ല രീതിയിൽ തന്നെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും ഭംഗിയായിട്ട് ഇത് നിർമ്മിക്കണമെങ്കിൽ എത്ര പേര് ആണ് ഇതിന് നിന്നിട്ടുണ്ടാവുകയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അടിപൊളിയായിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഭാഗവും എന്ത് ഭംഗിയായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ട് കാലത്തുള്ള അവരുടെ ആ നിർമ്മാണത്തിൻ്റെ ക്വാളിറ്റിയും അവരുടെ ആ കരവിരുതൊക്കെ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. അത്രയ്ക്കും ഭംഗിയാണ്. ഇന്നൊന്നും ഇങ്ങനെയുള്ള ബിൽഡിങ്ങുകളൊന്നും ഇല്ല. പണ്ടത്തെ അത്രയും ഭംഗിയാണ്. പിന്നെ നമ്മൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ചെരുപ്പൊന്നും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. നമ്മളത് നമ്മുടെ ചെരുപ്പൊക്കെ സൂക്ഷിക്കാൻ ഒരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ കൊണ്ടുപോയി നമ്മളത് ഏൽപ്പിച്ചതിന് ശേഷം ചെരുപ്പ് ഇടാതെ വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അത്ര വൃത്തിയാണ്, ഒരു പൊടി പോലും അവിടെ ഇല്ല. അത്ര ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് അവരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിലൊക്കെ കയറിയാൽ നമുക്ക് ശരിക്കും സ്വർഗത്തിലെത്തുന്ന ഒരു ഫീലിംഗ് ആണ്. അത്രയും ഭംഗിയായിട്ടാണ് അവർ അത് നിർമ്മിച്ചിട്ടുള്ളത്. അതിൻ്റെ ഓരോ തൂണും അതിൻ്റെ ഓരോ നിർമ്മാണത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ എന്തൊരു ഭംഗിയാണ്. കണ്ട എന്തൊരു ഭംഗിയാണ്. അവരുടെ മുകൾ ഭാഗവും ആ സൈഡൊക്കെ അടിപൊളിയായിട്ടാണ്. പിന്നെ ഞങ്ങൾ പോയ അന്ന് അവിടെ ഭയങ്കര തിരക്കായിരുന്നു. തിരക്ക് പറഞ്ഞാൽ ഭയങ്കര തിരക്ക്. നമുക്കങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. നമ്മൾ ചെരുപ്പൊക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് നേരം നിൽക്കേണ്ടി വന്നു, ഒരുപാട് നടക്കേണ്ടി വന്നു. അതിനൊക്കെ ഓരോ പ്രത്യേക സ്ഥലങ്ങളാണ്. പിന്നെ നല്ല തിരക്കായതുകൊണ്ട് നമ്മളെ തട്ടിയാണ് ആൾക്കാർ നടക്കുന്നത്. കണ്ടോ, ഈ കാണുന്നതൊക്കെ കൊട്ടാരത്തിൻ്റെ മുകൾ ഭാഗമാണ്. കണ്ടോ എന്തൊരു ഭംഗിയായിട്ട് അവരുണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ കല്ല് കൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. പണ്ടത്തെ ഓരോ ശില്പികളൊക്കെ പണിതതായിരിക്കും. പിന്നെ ഇത് അവർ ഫ്ലോറിംഗ് ഒക്കെ ചെയ്തത് ഒരു ടൈൽസ് പോലത്തെ ഒരു സംഭവമാണ്. ടൈൽസാണോ ഇനി കല്ലിൻ്റെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. അതും നല്ല രസമുണ്ട് കാണാൻ. ഓരോ ഭാഗത്തും ഓരോ കളറിലും ഓരോ ഡിസൈനിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ കൊട്ടാരത്തിൽ താമസിച്ചിരുന്ന രാജാക്കന്മാർ, അവരുടെ മക്കൾ, അവരുടെ കൊച്ചുമക്കൾ, അവരുടെ വിവാഹ ഫോട്ടോ, പിന്നെ അവരുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോ, അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. അവിടുത്തെ രാജകുമാരിമാർ, അവരേത് വർഷം ജനിച്ചു, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഫോട്ടോ ആക്കി വെച്ചിരിക്കുന്നത്. ഒരുപാടുണ്ട് കേട്ടോ. അവരുടെ പേരും എല്ലാ കാര്യങ്ങളും അതിൻ്റെ താഴെ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്.
ഇതിൻ്റെ ഉള്ളിൽ കയറി ചുറ്റി കാണാൻ തന്നെ 2 മണിക്കൂറിൽ കൂടുതലുണ്ടാവും കേട്ടോ. അത്രയ്ക്ക് നടക്കാനുണ്ട്. ഇത്രയും വലിയ കൊട്ടാരം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊക്കെ ഒന്ന് നമ്മുടെ ലൈഫിൽ ഒന്ന് കാണേണ്ട ഒരു സ്ഥലമാണ്. നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങളിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.